ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ഹിമാചൽ പോവാണ്. ഷലീൻ മണാലിയിൽ മഞ്ഞ് കാണാൻ പോവാണ്. അതിനായിട്ട് എൻ്റെ ലൈഫിൽ ഇതുവരായിട്ടും മഞ്ഞ് കാണാൻ പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇത്രയും കാലം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാനൊന്നും ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ബസ് ബുക്ക് ചെയ്തു, പെട്ടെന്ന് പോകാനായി. അപ്പോൾ ഞാനിപ്പോൾ എന്തോ ആയിട്ടുള്ളത് നാളെ അവിടെ എത്തിയിട്ട് അറിയാം. ഇത്രയും കാലം മഞ്ഞാണ് പൂതിയത്. പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല. കാരണം പ്രോസസ്സ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇനി മഞ്ഞ കാണുമ്പോൾ അറിയാം എക്സൈറ്റ്മെൻറ്റ്. പക്ഷെ ഞാൻ പ്രാവശ്യം ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇതാ ലീല 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 ഉറങ്ങി തോന്നുന്നു. ലീല ലീല നമ്മൾ രണ്ടാളാണ് പോണേ. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വരാണ്ട്, പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്. ഓരിപ്പോൾ പുറത്ത് പോയിക്കാം. ഹായ്, ഇപ്പോൾ രാത്രി 1:30 2 ഉറക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കാം. ഉറക്കത്തിലൊക്കെ ഞാൻ ഇതാ കണ്ണിന് അങ്ങനെ ബ്ലോഗ് ചെയ്യണത്. പക്ഷെ കണ്ണും തുറയണില്ല. ഫോണൊക്കെ ഞാൻ ഫോണൊക്കെ എടുത്ത മാതിരിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഫോണൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഫോണൊക്കെ പോക്കറ്റിലായിരുന്നു. എന്നിട്ട് വീണ്ടും കുറേ ഉറക്കത്തിലെടുക്കാൻ ശ്രമിക്കും. എൻ്റെ കൈ ഇങ്ങനെ പൊന്തൂല. ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവന്ന് കണ്ണോറ് നോക്കുമ്പോൾ കയ്യിൽ വീണ്ടും ഫോണില്ല. വീണ്ടും ഫോൺ പോക്കറ്റില്ല. ലാസ്റ്റ് ഞാൻ നീച്ചു. യെസ്, ഇപ്പോൾ പുറം നോക്ക്. ഇപ്പോൾ പുറം ഇങ്ങനെ നാളെ പുറത്ത് മഞ്ഞ ഉണ്ടാക്കും. ഇപ്പം ഞാൻ എക്സൈറ്റഡായി കുറച്ച് മഞ്ഞ് കാണാൻ. ശരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, എനിക്കെന്താ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത. അല്ലെങ്കിൽ പറഞ്ഞാൽ എനിക്ക് കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എക്സൈറ്റഡ് ഇങ്ങനെ ആവണതാണ് ഞാൻ. ഇതൊക്കെ ഒന്നും തോന്നുന്നുണ്ടായില്ല. ഒന്നിനും ടൈം കിട്ടിയില്ല. പ്രോസസ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം എനിക്ക് മൂടായി. ഞാൻ ഇത്ര കാലമായി ഏറെ പൂതി വെക്കണോ. പക്ഷേ ഇപ്പോഴൊക്കെ കാണാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഹിമാചലിലെത്തി, മണാലി എത്തി. അതാ അവിടെ സ്നോ ക്യാപ്പ് മൗണ്ടൻസ് ഒക്കെ. ഞങ്ങൾ ഇപ്പോഴുള്ള സ്ഥലത്ത് സ്നോഫോളും മഞ്ഞൊന്നും കാര്യമായിട്ടില്ല. പക്ഷെ അതൊക്കെ ഉള്ള ഷലീൻ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അങ്ങോട്ടാണ് പോണേ. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മണാലിയാന്ന് തോന്നുമല്ലോ. അത് വേറെ തന്നെ രസമാണ്. വേറെ തന്നെ ഒരു വില്ലേജ്. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ എപ്പോഴും അങ്ങോട്ടും ഒന്നും വരില്ല. ഒരു കോഫി വേണമെങ്കിൽ ഇങ്ങോട്ട് താഴത്തേക്ക് ടൗണിൽ ഇറങ്ങണം. ആ മൂടാ അടിപൊളി വില്ലേജാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകണേ. അങ്ങോട്ട് ടാക്സിക്ക് തോന്നുന്നത് ഒരു 400-500 അത്ര ആകും. അപ്പോൾ നമ്മളിപ്പോൾ 3 ആളുണ്ട്. ഞാനും നെഹയും പിന്നെ അബ്രാറും. അപ്പോൾ നമ്മൾ ഷെയർ ടാക്സി വിളിച്ച് പോക്കും. അപ്പോൾ ഞാനിനി അവിടുത്തെ വിഷ്വൽസൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നെഹ, മീറ്റ് നെഹ. നമ്മൾ +1 +2 ഒപ്പം പഠിച്ചേ. അന്ന് തൊട്ട് നമ്മളിങ്ങനെ പറയണ്ട നമുക്ക് മലമ്പ പോകണം. പക്ഷെ ഇപ്പം നമ്മൾ ശരിക്കും പോകുന്നു. ഇതിവിടെ വില്ലേജൊക്കെ പോണ വഴിയാണ്. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ. ഇവിടെ താഴൊരു ഗേറ്റ് ഉണ്ട്. അതുവരെ ഉള്ളൂ ടാക്സി ഒക്കെ വരിക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം കുറേ മാലക്ക് വില്ലേജൊക്കെ എത്താൻ. ലാസ്റ്റ് പ്രാവശ്യമൊക്കെ ഞാനിവിടെ വന്നേക്ക് ഇവിടെ ഫുള്ള് മരത്തുമ്പോൾ ഫുള്ള് ആപ്പിളൊക്കെ ആയിരുന്നു. ഇപ്പോൾ വിൻ്റർ വന്നിട്ട് ഇതൊക്കെ പോയി. ഇനി സമ്മർ വരണതിലൊക്കെ വരണമെങ്കിൽ. ഞാൻ ലാസ്റ്റ് പ്രാവശ്യം ഇങ്ങോട്ട് വന്നേക്ക് ഈ വില്ലേജിക്ക് റോഡൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് പേരെ റോഡുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോഴും റോഡൊന്നുമില്ല. അപ്പം നടക്കണം. അതാണ് ഇതിൻ്റെ രസം. ഇപ്പം ഇങ്ങനെ വില്ലേജ് എത്താനായി. വില്ലേജ് ഇങ്ങനെ കണ്ട് തുടത്തി അവിടെ നോക്ക്. ഓ അപ്പം നമസ്തേ. അയ്യോ, ഇവിടെ ഫുൾ കാത്കുനി ആർക്കിടെക്ചർ ആയിക്കാരെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് പ്രാവശ്യം വന്നേക്ക് ഇവിടുത്തെ ഫസ്റ്റ് കോൺക്രീറ്റ് ബിൽഡിങ് ഉണ്ടാക്കി തുടത്തിയിട്ടാണ്. അയ്യോ, ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പശുക്കളും ഇതൊക്കെ അടിയത്തെ ഫ്ലോറിലും മേലെ ഇക്കാരെ മനുഷ്യന്മാർ ആയിട്ടുള്ള ഭക്ഷണം ഇതൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ അടി ഫുള്ള് ഓർക്ക് മേലെ മനുഷ്യന്മാർ നിൽക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ് ഇവിടെ. എന്താ ലാപ്ടോപ്പൊക്കെ ഉണ്ട്. വർക്ക് ചെയ്യണം. കോളേജിൽ പോകണം. തിങ്കളാഴ്ച ആകുമ്പോൾ തിരിച്ച് കോളേജിലെത്തണം വർക്കൊക്കെ ആയിട്ട്. അപ്പം അതിനൊക്കെ ഉള്ള സെറ്റപ്പായിട്ടാണ് വന്നിക്കണേ. നോക്ക് എന്ത് രസമായി വില്ലേജ് നോക്ക്. അവിടെ ഫുള്ള് ഷീപ്സും ഒക്കെ നല്ല ഭംഗിയില്ലേ. ഫുൾ ഇവിടുത്തെ വഴികൾ നോക്ക്. ഫുള്ള് കല്ലും മരമൊക്കെ ആയിട്ടുണ്ടാക്കിയ വീടുകളും.
പ്രോപ്പർ വില്ലേജാണ്, പ്രോപ്പർ. എന്ത് രസമറിയോ. ഫസ്റ്റ് എനിക്ക് മണാലിയാണെന്ന് പറഞ്ഞേക്ക് ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം മണാലിയൊക്കെ ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയില്ല. പക്ഷേ ഇത് കുറച്ച് മണാലിയിൽ നിന്നൊക്കെ മാറി നല്ല രസമാണ്. വാവ്, അതാ അവിടെ സ്നോഫോൾ. ഇപ്പോൾ സ്നോഫോളൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വരുമെന്ന് പ്രതീക്ഷിക്കണോ. ഇപ്പോൾ സ്നോഫോൾ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളത് മാത്രമേ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അയ്യേ വെറുതെ വന്നത് അങ്ങനെയൊന്നും തോന്നരുത്. സ്നോഫോൾ ഇട്ടിട്ടില്ലെങ്കിൽ സ്നോഫോൾ കിട്ടിയില്ല, അവിടെ ബാക്കി എന്തൊക്കെ ഉണ്ട് അതൊക്കെ എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് പോരുമെന്ന് കരുതിയതല്ലേ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഓണർ അബ്രാർ പറഞ്ഞ ആൾ ഇന്നലെ ഫ്ലാറ്റിക്ക് വന്നേക്ക് ഇങ്ങനെ ഒരുങ്ങോട്ട് പോരാണ്, ഇവിടെ സ്നോഫോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോയത് ഇങ്ങനെ വെറുതെ വിളിച്ചോ, ആരാദ്യം പറഞ്ഞില്ല ഞാൻ, അല്ലാതെ പിന്നെ വിളിച്ചേക്ക് ഞാൻ പോന്നു. എന്നിട്ട് ഇവിടെ എത്തിക്ക് ഇവിടുത്തെ വേറൊരാളെ കണ്ടു. ഒരു കിലോ അങ്ങ് പോവാട്, അങ്ങോട്ടുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം വേണ്ട കരുതി. പിന്നെ ഇങ്ങനെ സ്നോഫോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞു നോക്കെ. ഇപ്പം ഞാൻ കിലോങ് ഇവിടെ വന്നത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ കിലോങ് പോവാ. എന്നെ ഒരു ട്രിപ്പിന് കൺവിൻസ് ചെയ്യാൻ എന്ത് സുഖമെന്നാണ് ഞാൻ ആലോചിക്കണത്. വിളിച്ചൊന്ന് വിളിക്കാം, അപ്പം പറയും പിന്നെ വിളിച്ച ഓക്കെ. ബാഗൊന്നും ഉള്ളിലേക്ക് വെച്ചിട്ട് കൂടിയില്ല. അപ്പം ഇതിനത് അടുത്ത ട്രിപ്പ് പോവാം. വാവ്, സൂപ്പർ. നെഹിയുണ്ട് എൻ്റെ കൂടെ, പാവം. അയ്യോ, ഇവിടെ സ്നോഫോൾ ഉണ്ടാകും ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്. ഇപ്പം അല്ല വെയിലാണ്, ചിലപ്പോൾ വൈകുന്നേരം കഴിയുമ്പോൾ ഉണ്ടാവും. കാരണം കിലോങ് പറയണ ലഡാക്ക് പോണ വഴിയുള്ള സ്ഥലം. അപ്പോൾ കുറേ കേട്ടിക്കൊണ്ട് അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ കിലോങ് പോട്ടെ. ഞാനിപ്പോൾ അടുത്ത് എവിടെ വായിച്ചിരുന്നു കേട്ടോ, ലീവ് ലൈക്ക് ദ വിൻഡ്. വിൻഡിൻ്റെ മാതിരി, കാറ്റിൻ്റെ മാതിരി ജീവിക്കുക എന്നുള്ള അതേമാതിരിയാണ്. ഒന്നും ഫോഴ്സ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഇത് കിട്ടി, അപ്പോൾ ഇതാ അങ്ങോട്ട് അങ്ങനെ പോവാം. അപ്പം നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം, കയറി കയറി കുറ്റടിച്ച് നിൽക്കുന്നത് വേണ്ട, എങ്ങോട്ടാണ് പോണേ അങ്ങോട്ടങ്ങനെ പോവാം. പിന്നെ ഈ വില്ലേജ് ഞാൻ പിന്നെ മുമ്പ് കണ്ടതുമാണ്, ഇവിടെ കുറേ ദിവസം നിന്നതേന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു സ്ഥലം കാണാണ്ട് പോയി, അങ്ങനത്തെ എനിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. ഒരു സ്ഥലത്ത് വന്ന് കാണാണ്ട് പോവുക, അങ്ങനത്തെ ടൈപ്പ് ട്രാവലറൊന്നുമല്ല. പക്ഷേ ഈ വില്ലേജ് ഞാൻ കുറേ ദിവസമൊക്കെ നിന്ന് കണ്ടതാണ്. ഇവർക്ക് മിസ്സായി, ഓള് വില്ലേജ് ഒന്നും കണ്ടിട്ടില്ല, ഓൾ ആദ്യമായിട്ട് വന്നതാണ്. പക്ഷേ അപ്പം എന്താണേലും എന്താണ് കോളേജിക്കൊക്കെ പോവാൻ കരുതി, ട്രിപ്പൊന്നും പോകേണ്ട കരുതി റൂമിലിരുന്ന് കുട്ടിയാണ്. ഇപ്പോൾ ഹിമാചൽ വന്നു, ഇനിയിപ്പോൾ ഇവിടുന്നതാ കിലോങ്. സൂപ്പർ. അതിൻ്റെ കൂടെയുള്ള ആൾക്കാരാരാ അവരൊന്നും എനിക്കറിയില്ല. ഇതൊരാളെ എനിക്കറിയാം, വേറെ ആരൊക്കെ ഉണ്ട് അവരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒക്കെ നല്ല ആൾക്കാരാണ്. അപ്പോൾ പോയി നോക്കാം. ഇവിടെ കൊന്നേക്ക് കണ്ടതാണ് ഇങ്ങനെ ഒരു ആംബുലൻസും ഫുൾ മെഡിക്കൽ സെറ്റപ്പായിട്ട്. മാസത്തിൽ 2 പ്രാവശ്യം വരും, എന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ നോക്കി പോകും. വാവ്. സ്നോ, ഫുള്ള് സ്നോ. അയ്യോ, ഞാൻ വശപ്പത്തോടൂല, ഞാൻ നല്ല സ്പോട്ടിന് വേണ്ടി കാത്തുക്കത്തോളൂ. ഇവിടെ മുമ്പ് സ്നോ കണ്ടിക്കണം, നമ്മളിപ്പോൾ അവള് സ്നോ ഒന്നും കണ്ടിട്ടില്ല. അതാ നമ്മളെ വണ്ടി, ഈ വണ്ടിയിലാണ് നമ്മൾ പോണേ. നമ്മളെ കൂടെ ജൂണിന്റെ ഡയറക്ടറൊക്കെ ഉണ്ട്. ജൂണിന്റെ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ. നമ്മള് കാണിച്ചു തരാറൊക്കെ ഇപ്പൊ നോക്കാം. അയ്യോ, ഇതാണ് ജൂണിന്റെ ഡയറക്ടർ, ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ. നമ്മള് ഇവരെ കൂടെ ട്രാവൽ ചെയ്യണം. നമ്മള് അട്ടൽ ടണൽ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്പിറ്റി വാലി, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് ലഡാക്ക്. ആ വഴി നമ്മളിപ്പോ ഇങ്ങോട്ടാ പോണേ. ഇത് ചന്ദ്ര റിവറാ, ചന്ദ്രനിൽ നിന്ന് വരുന്ന റിവറാ. ഓ, എന്ത് രസാ. ഫുള്ള് നല്ല സ്നോ, കാലൊക്കെ ഫുള്ള് ഉള്ളിക്ക്. നോക്ക്, വാവ്. വാവ്,
ചന്തിയെല്ലാം അടിച്ചു പോയാച്ച്. അതെങ്ങനെ ഇനി കാറിലിരിക്കുക? ചന്തി വേദനിക്കണോ, ചന്തി വേദനിക്കണോ. ഞാൻ സത്യം പറഞ്ഞാൽ കരുതിയത് എനിക്ക് സത്യം പറഞ്ഞ സ്നോ കാണാൻ ഞാൻ കരുതി അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഡൽഹിയിലായിരിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നേക്ക്. ഹായ് ഹായ്, എന്താ രസറിയോ സ്നോ ഇങ്ങനെ എടുക്കുക. ഔട്ട് ഗെറ്റ് ഔട്ട് ഓഫ് സ്നോ. എൻ്റെ കാലൊക്കെ ഉള്ളു പോയി. എൻ്റെ ഡ്രസ് ഓ മൈ ഗോഡ്. ഞാൻ ആരെങ്കിലും ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ കരുതി എനിക്ക് വട്ടാണെന്ന്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് ഐ ഡോണ്ട് കെയർ. യെസ്, ഞാൻ കുറേ ആൾക്കാരെ കണ്ടിക്കണോ, പക്ഷെ സ്നോ കണ്ടിട്ട് ഇതിൻ്റെ അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഞാനിതുവരെ ആരും കണ്ടിട്ടില്ല. സീ ഗൈസ്, ഇവിടെ മൈനസ് എത്രയാണ് തണുപ്പ്. ആൻഡ് ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് വാട്ട് ഐ എം വെയറിങ്. ആകെ ഒരു ലെയർ, ഒരു ട്രാക്ക് പാൻസ്, ബൂട്ട് പോലും ഇല്ല, ഒരു ഷൂ, ആകെ 2 ലെയർ ഡ്രസ്. ആൻഡ് ഹിയർ ഐ ആം. തെർമൽസ് ഒന്നുമില്ല. എൻ്റെ കോലൊന്ന് നോക്ക്. വാവ് വാവ്. പോണ വഴി സീനാണല്ലോ. ഹായ്, ഞങ്ങളിപ്പോൾ കിലോങ്ങിലാണുള്ളത്. ഇവിടെ ഒരു ലോക്കലിനെ കിട്ടിയിരുന്ന ഓരോ കൂടെയാണ് സ്റ്റേ. അപ്പം നമ്മൾ ഓരോ വീട്ടിലുള്ള ഇത് ദീദിൻ്റെ വർക്ക് ചെയ്യണ സ്പേസാണ്. ഹൈവയ്യ, ഇതാണ് റൂം. ഭയ്യ ഇതാ സുരേഷ് ഭയ്യ. ഇവിടെ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കേണ്ടത്. ब्लॉग है मेरा. ब्लॉग बना दे. ये सूरज भैया का पापा है. ब्लॉग बनाती है. हाँ. ओके. ഇതോടെ തന്തൂർ റൂം. ഇവിടുത്തെ വെറൈറ്റി സ്നാക്സ് എല്ലാതും അമ്മ ഉണ്ടാക്കിയ പോലും. ഹാ, ഇവിടുത്തെ ട്രഡീഷണൽ പൂരിയാണ് ഇത്. പ്രോപ്പർ കിലോങ്ങത്തെ വീട്. അതുപോലെ ഫുൾ ഡ്രാഗൻ്റെ ഡിസൈനുള്ള കപ്പാളും സാധനങ്ങളും. ഏതാ വ്യൂ എന്നാ. ആകെ എന്തിൻ്റെ സൗണ്ടാണ്. ദൂരം നിന്ന് ഇവിടുന്ന് ഒരു കാറ്റ് വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ട്. ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചായക്ക് ഇങ്ങനെ ഊതൂലേ, അതിൻ്റെ സൗണ്ട്. ഇടയ്ക്ക് വല്ല വണ്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ട്. പിന്നെ പട്ടീൻ്റെ സൗണ്ട്. വേറൊന്നുമില്ല. നല്ല സമാധാനം. ആ അട്ടൽ ടണലില്ലേ, ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ, അതങ്ങോട്ട് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ തന്നെ ഭംഗിയാണ്. ടൂറിസ്റ്റ് ആളൊന്നുമില്ല. നല്ല സമാധാനമുള്ള സ്ഥലം. നോക്ക്, മഞ്ഞിങ്ങനെ ആവിയായി പോണ കാണണ നോക്ക്. സൺലൈറ്റ് അടിക്കണേ, നല്ല ഭംഗിയില്ലേ. -12 ഡിഗ്രി. നല്ല രസമുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് സമയം വെള്ളം കിട്ടും. 9 മണി വരെയായിട്ട് വെള്ളം കിട്ടുക. കഴിഞ്ഞാലൊക്കെ ഫ്രീസ് ആകും. അതിന് വെള്ളമൊന്നും കിട്ടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അപ്പൊ തന്നെ ചെയ്യണം. കൊളായി. വ്ളോഗ് എടുക്കാനൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. പിന്നെ പ്രത്യേകിച്ച് ആൾക്കാരെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കാകുമ്പോൾ എത്ര സംസാരിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. ആൾക്കാരുണ്ട്, സ്നേഹമൊക്കെ ഉണ്ടായിട്ട്
ഞാൻ വ്ലോഗ് എടുക്കട്ടെ. ഹലോ അയ്യോ നോക്ക് ഞാൻ കാണിച്ചു തരാം അവിടെ എന്താ കാണുന്നത്. നല്ല രസം നോക്ക്, എന്ത് രസമാണ് നോക്ക്. അതൊക്കെ ഉണ്ടാക്ക. അവിടെയാണ് സീൻ നടക്കണേ. അവിടെ വേറെ മൂഡ്. സീ പിങ്ക് കളറാണ്, പക്ഷെ ക്യാമറ കാണില്ല. യെസ് യെസ്, സോ ദിസ് ഈസ് കിലോങ് ഫോർ യു ഗൈസ്. കം ടു കിലോങ്. എന്ത് രസമാണ് നോക്ക്. വാവ്. എൻ്റെ ഷൂ ഒക്കെ മഞ്ഞിപ്പോയി നനഞ്ഞ് കേടന്നിട്ടല്ല, നനഞ്ഞിട്ട് ഇടാൻ പറ്റൂല. അപ്പം അത് ഉണക്കാട്ടേക്ക് എനിക്ക് അവിടുത്തെ വീട്ടിലത്തെ കാക്കും എനിക്ക് വേറൊരു ചെരുപ്പ് തന്നു. ഇതിനേക്കാളും വലിയ ചെരുപ്പ്, ബോട്ടിൽ കാലിട്ട് നടക്കണ മാതിരിയുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. ഓരോ നടത്തത്തിലും ഇതിങ്ങനെ തെറിച്ച് പോകും, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ, എനിക്ക് തോന്നണല്ല ശരിക്കും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എത്ര മൈനസ് ഇതിക്കൊക്കെ പോണേ. ഇപ്പം മൈനസ് അല്ലേ, -11 ഇപ്പോൾ ഇവിടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറിപ്പോയ -1 -2 വരെ ഒക്കെ പോയിട്ടുണ്ടാകും. റെയിൻബോ മാതിരി ഉണ്ടായിരുന്നു, പക്ഷെ ഇല്ല. ഫോണിൽ കണ്ടേ പ്ലിങ്ക്. യാ ഗൈസ്, വെൽക്കം ടു എത്ര നേരം കിലോക്കൊക്കെ ഇപ്പൊ വെൽക്കം ടു കിലോ. ലഡാക്ക് ബൈക്കുകളൊക്കെ അല്ല, ബൈക്ക് റൈഡേഴ്സ് ഒക്കെ പോകും. പിന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റിലാണ് ലഡാക്ക് ബൈക്കിൽ പോകണം. ഞാൻ ഓടിച്ചിട്ട് ഞാൻ പിന്നെ ലഡാക്ക് ലാസ്റ്റ് വെച്ചേക്കാം. എനിക്ക് കുറെ സ്ഥലം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡെസേർട്ട് മാതിരി ലഡാക്ക് ആ മൂഡിലാട്ടോ ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് വലിയ ഒഴുകാണ്ട് എത്തുമെന്ന് കരുതുന്നു. കാരണം കിലോ ഞാൻ കരുതിയിരുന്നില്ല. റാൻഡം ഇങ്ങനെ അങ്ങോട്ട് എത്തി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയാള് അന്നപ്പോ മുമ്പ് എപ്പോഴും ഇങ്ങനെ. आप कुछ बोलो ये जगह के बारे में. किस केलोंग के बारे में? हाँ, इट्स अ वेरी ब्यूटीफुल प्लेस. बहुत कम लोग आते हैं यहाँ पे घूमने के लिए, तो केलोंग आया करे. बहुत अच्छा जगह है. यहाँ से आगे भी बहुत अच्छा जगह है. दीपक ताल है. अभी विंटर्स में तो क्लोज रहता है. यहाँ पे पूरा आइस जमा रहता है. तो समर्स में आइए, समर्स बहुत अच्छा रहता है. താങ്ക് യു ഭയ്യ. ഭയങ്കര മടിയുള്ള ആളാണ്, മടിയൊക്കെ മാറ്റി കൊടുത്തു. अच्छा बोला. अच्छा बोला, अब तो बड़ा ब्लॉगर बन गया. अच्छा. ओके ओके. हाय. आप നിങ്ങളൊരു ഭാഗ്യം, നിങ്ങൾ ഇത്ര നല്ല സ്ഥലത്തല്ലേ നിക്കണേ. നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. हाँ भैया बहुत अच्छा फ्रेम है. बहुत अच्छा है. वाव, എന്ത് ഭംഗിയാ നോക്ക് കിലോ. നമ്മള് ഒരു കടയിലേക്ക് ചായ കുടിക്കാൻ. നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ വെള്ളമായിരുന്നു കേട്ടോ, പക്ഷെ തിരിച്ചു വന്നിട്ടൊക്കെ ഫ്രോസണായി. അപ്പോൾ ഇവിടെ -9-8 രാവിലെ -15 എപ്പോ സീൻ. അപ്പൊ രാവിലെ എത്ര ആവാ? ഓ സീൻ. വേഗം റൂമിൽ പോകണം. റൂമിൽ പോയിട്ട് അവിടെ തന്തൂറുണ്ട്, ആ റൂമിൽ പോയിരിക്കണം. അപ്പോൾ സെറ്റാവും. ഇവിടെ നേരത്തെ മലയാളമൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ നിന്ന് ഇപ്പം അതൊന്നും കാണാനില്ല. ദീദി പറയണത് ഈ ആപ്പിൾ പറിച്ചിട്ട് 5 മാസമായി, നശപ്പോഴും നല്ല ഫ്രഷാ. ഇപ്പം ഇവിടെ രാത്രി 7:45. ടെമ്പറേച്ചർ -15. 8 മണി കഴിഞ്ഞാൽ പിന്നെ പൈപ്പിൽ നിന്നൊന്നും വെള്ളം വരില്ല. അവരെന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത്ര തണുപ്പില്ല, -15 രാവിലെ ആകുമ്പോഴത്തേന് ഇതിനേക്കാളൊക്കെ കുറയും. ഭയങ്കര തണുപ്പാകും. അപ്പോൾ പൈപ്പ് ലൈനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫ്രോസണായി പോകും. അപ്പോൾ ഇവരെന്താട്ടും ബക്കറ്റിലൊക്കെ വെള്ളമാക്കിയിട്ട് ആ പൈപ്പ് ലൈനിലുള്ള എല്ലാ വെള്ളവും ഒഴിവാക്കി ഇതാക്കും. മീൻസ് അതിൻ്റെ ഉള്ളിൽ ഫുൾ എംപ്റ്റി ആക്കും. എന്നിട്ട് രാവിലെ എന്താട്ടും വീണ്ടും അത് കണക്ഷൻ കൊടുക്കും. അപ്പോൾ വെള്ളം വരും. അപ്പോൾ ഇവിടെ നിന്ന് യൂസ് ആക്കാൻ നടത്തൂലേ. അല്ലാന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽക്കൂടി വെള്ളം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്രോസൺ ആയിട്ടുണ്ടാകും. പിന്നെ രാവിലെ ആ പൈപ്പൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചത് മെൽട്ടാക്കിയിട്ട് വേണം. കുറേ ഇടങ്ങാറാ ഒക്കെ. അപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ഇപ്പം തന്നെ പോകണം. അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് കുറേ സ്നാക്സ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാം. നമുക്ക് കൊട്ടയിൽ ഇവിടുത്തെ ട്രഡീഷണൽ സ്നാക്സ്, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ സിമിലറാണ്, പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്.
അതിനെ കാണിച്ചിരുന്നു. പിന്നെ ഇവരെ മാറ്റും നല്ല രസമല്ലേ, ഇവരെ ഡിസൈനുകളൊക്കെ വേറെ തന്നെ നല്ല ഭംഗിയാ. അങ്ങനെ യെസ് 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 യെസ്, ഇതാണ് ഞങ്ങളുടെ റൂം. ഈ വീട്ടിലുള്ള ഈ മാറ്റുകളൊക്കെ ഇതൊക്കെ ഈ ദീദി ഉണ്ടാക്കിയതാ. നോക്കാം, ആ മാറ്റും പിന്നെ സോക്സ്. ये इसके लिए कितना दिन लगता है? एक दिन में बन जाता ഇതൊരു ദിവസം. ये कितना दिन? है 10 दिन में. ഇത് 10 ദിവസമൊക്കെ എടുക്കും. नല്ലതാ. अच्छा, ये देखो पापा जी को स्टाइलिश है, कैप सब पहनकर. श्योर. केरला लोग बहुत अच्छे हैं, स्वीट से बातचीत करने को अच्छे हैं, बिल्कुल जेंटल लोग आते हैं. अच्छा. जेंटल लोग आते हैं. साउथ वाले बहुत अच्छे होते हैं. साउथ वाले ना സൗത്ത് ഇന്ത്യൻ ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക്. യെസ്. ദീദിന്റെ നോക്ക് എന്ത് ഭംഗിയാണ്. हमारी सब है ना दीदी, हमारी वहाँ की सब लोग इधर ब्लश लगता है, मेकअप कर कर इधर पिंक बनाता है. आपको देखो, ये नेचुरल है. हाँ बहुत सुंदर है. हम लोग मेकअप करते ही नहीं है कुछ भी. हाँ सुंदर है ना. ആ ഫീത മഞ്ഞ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ മോൻ, പ്രാന്ത് പോലെ. എൻ്റെ കണ്ണടന്റെ ഉള്ളിൽ കൂടിയും ഷൂവിന്റെ ഉള്ളിൽ കൂടിയും പാന്റിന്റെ ഉള്ളിൽ കൂടിയും ഒക്കെ ഫുൾ മഞ്ഞ്. ഇതാണ് ഞങ്ങളെ ഫുഡ്. ചാവല്, ദാൽ കറി, വെജിറ്റബിൾ ഉപ്പേരിയും പിന്നെ ചട്നിയും. പിന്നെ അവയിലിങ്ങനെ ഗീ ഉണ്ടാക്കും ഒരു പാത്രത്തിൽ, കണ്ടോ, ഗീ നെയ്യ് അതിങ്ങനെ ഒഴിക്കാം. थैंक यू भैया. थैंक यू, वेलकम. इसको क्या कहते हैं? इसको रजाई. क्या? रजाई. रजाई. अच्छा, थैंक यू. ഇപ്പോ എത്രയോ രാത്രി 10 മണി എത്രയോ ആയി. ഇപ്പൊ ഗുഡ് നൈറ്റ് बोलो. Good night. See you tomorrow. बाय. हाँ ठीक है, बाय. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇവിടെ -20 വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതാ രസമായി, ഇതും ഉണ്ട്. പിന്നെ ഉള്ളിലൊരു ബ്ലാങ്കറ്റ്. അമ്മേ തലയൊന്നും കഴുത്തൊന്നും താവുന്നില്ല. ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്. ചിലപ്പോഴല്ല ഇത് എന്തായാലും വേണ്ടി വരും. ഓ മൈ ഗോഡ്, ഞാൻ കണ്ണട വെച്ചിട്ടില്ല. യാ, പക്ഷെ എനിക്ക് കണ്ണുണ്ട്. പാവം. ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല അപ്പോൾ. യാ, ये किसके लिए है? ये तुम दोनों के लिए, बच्चों के लिए. ये भी. Yes. थैंक यू. लगेगा, ठीक है. थैंक यू भैया. ठंड नहीं होना चाहिए. हाँ थैंक यू दीदी. താങ്ക് യു. थैंक यू दीदी. हाँ, इस साइड इसको ऐसे रखो, तब ठंड नहीं लगेगा ना. എന്ത് നല്ല ദീദിയാ നോക്ക്, നേരെ പൊതപ്പിച്ചൊക്കെ തരാ. നോക്ക് എന്ത് സ്നേഹാന്ന്, പൊതപ്പിച്ചിട്ടൊക്കെ തരാ. ഇത്രയും നല്ല ട്രീറ്റ്മെന്റ് വേറെ എവിടെ നിന്ന് കിട്ടും? എൻ്റെ അമ്മ പോലും ഇങ്ങനെ ചെയ്ത. അതെ അതെ, ഞങ്ങളെമാർ ആരും ചെയ്തു തരില്ല. 1 2 3 अच्छा लग रहा है. हाँ अब अच्छा है, अब ठंडा नहीं है. बाद में एक कोट निकाल दो, नहीं तो नींद नहीं आएगा. ज्यादा कपड़े भी नींद नहीं आता है. अच्छा निकलते हो. जैकेट तो टोपी निकाल के अंदर घुस जाना, फिर एकदम शरीर गर्म हो जाएगा दोनों को. हाँ ठीक है भैया. है ना. हाँ हाँ ऐसा भी अनकंफर्टेबल लगेगा फिर. हाँ हाँ सही है. चिल में बैठे हैं. हाँ हाँ जैकेट निकाल के अपना सीधा टोपी निकाल के श्योर. निकाल के. ओके बाय बाय. ഇതൊക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയൂല എന്നാ പറയണേ. അപ്പോൾ ഇതൊക്കെ കൂടെ ഊരിയിട്ട് കിടക്കാം.